നൽകണത്. വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം കൊടുക്കത്തില്ല, ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വേർതിരിക്കണത്. ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി 13:27 കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണുപോകും. വെളിപാട് 3:8 നിന്റെ ശക്തി പരിമിതമാണ്, നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കേട്ടു. ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ സ്ഥലത്ത് വെച്ചാണ് ഈ 1 Corinthians 10:13 ചേർത്ത് വെക്കേണ്ടത്. എന്താണ് നിന്റെ ശക്തി പരിമിതമാണ്? എന്തിനാണ് ശക്തി പരിമിതമായിരിക്കുന്നത്? പ്രലോഭനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി. അപ്പം ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും. എന്താണ് അവർ കൊടുക്കുന്നത്? പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായത് കൊണ്ടാണ് ഈ ശക്തി നൽകണത്. അപ്പം ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ ആളുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാകാതെ വരണത്. ഇവിടെ വെച്ചാണ് പതിരും കതിരും ഒക്കെ തിരിയണത് ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നീ ഉറച്ചു നിൽക്കണമെന്ന് പറയും. ഈ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? തീഷ്ണത കൊണ്ടായിരിക്കും, അല്ലേ? തീഷ്ണത കൊണ്ടും അതീവ തീഷ്ണത കൊണ്ടുമാണ് ഉറച്ചു നിൽക്കുന്നവർ. അപ്പം അതുകൊണ്ട് ഏലിയാണ് തീഷ്ണതയുടെ വലിയ ആൾ. ആരെല്ലാം വീണു പോയാലും വീഴ്ത്തിയാലും വീഴാതെ നിൽക്കുന്ന ഒരാളാണ് ഏലിയ. ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. എങ്കിലും ഏലിയാവിൻ്റെ വായിന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും ചോദിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരിലെ 19:9 19:13 ദൈവം ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:9 അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. ഏലിയ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏലിയ പറയും എന്താണ് സംഭവിച്ചതെന്ന് പറയും. ചുറ്റുമുള്ളവർ ഇസ്രായേൽ ജനം ഉടമ്പടിയിൽ അവിശ്വസ്തത കാണിച്ചു, നമ്മുടെ പ്രവാചകന്മാരെ ജെസബേൽ വധിച്ചു, ഞാൻ മാത്രം അവശേഷിച്ചു. ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന്